മലയാളം ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസ് ഇപ്പോഴും മലയാളികളുടെ നെഞ്ച് പിളർക്കുന്ന ഒന്നാണ്. അതിലെ ഒന്നാം പ്രതി ഇപ്പോഴാണ് പിടിയിലായിരിക്കുന്നത്. ഒന്നാം പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായിരുന്ന സവാദിനെ കണ്ണൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത്. വളരെ സുരക്ഷിതമായി കേരളത്തിനകത്ത് തന്നെ ഈ മത തീവ്രവാദി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരം. 2 വർഷത്തിനു മുമ്പ് മലയാളി വാർത്ത പ്രൊഫസർ ടി.ജെ. ജോസഫുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. നമസ്കാരം. മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ ടി.ജെ. ജോസഫ്. ഓർമ്മയുണ്ടാകും, ഒരു ദശകത്തിന് മുൻപ് ചില മതഭ്രാന്തന്മാർ കയ്യേറ്റം നടത്തിയ പ്രൊഫസറെ നരാധമന്മാർ എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രൊഫസർ ടി.ജെ. ജോസഫ് മലയാളികളുടെ ഹൃദയത്തിൽ ഒരിടം പിടിച്ചിരിക്കുകയാണ്. സമകാലിക സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് മലയാളി വാർത്ത ശ്രീ ടി.ജെ. ജോസഫുമായി അല്പസമയം സംവദിക്കാൻ സമയം കണ്ടെത്തുന്നത്. സ്വാഗതം ശ്രീ ടി.ജെ. ജോസഫ്. നമസ്കാരം. ഈ ഒരു 10 വർഷത്തിനു മുമ്പ് നടന്ന സംഭവങ്ങൾ അല്ലെ, ഇപ്പോൾ അത് വേറൊരു തരത്തിൽ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില തുടർന്നുണ്ടായ പ്രസ്താവങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടതും കേരളത്തിൽ വലിയ വാദകോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും. മതഭ്രാന്തന്മാരുടെ ഒരിടമായി മാറുകയാണോ നമ്മുടെ ഈ കൊച്ചു കേരളമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? ഏതായാലും 10 വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ മൗലികവാദം എല്ലാ മതങ്ങളും പുലർത്തുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അത്യധികമായിട്ട് പുറമേ കാണപ്പെട്ടില്ല എങ്കിൽ പോലും ഇന്നത് മറ നീക്കി പുറത്ത് വന്ന കാഴ്ചയാണ് നാം എമ്പാടും കാണുന്നത്. എനിക്ക് അതിൽ ഉത്കണ്ഠയുണ്ട്, സങ്കടമുണ്ട്, ലജ്ജയുണ്ട്. അന്ന് ശ്രീ ടി.ജെ. ജോസഫിന് ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ പലരിൽ നിന്നും, എന്തിന് സ്ഥാപനത്തിൽ നിന്ന് പോലും വേണ്ടത്ര തരത്തിലുള്ള സംരക്ഷണം ലഭിക്കാതെ പോയി. ഇന്നിപ്പോൾ പക്ഷേ ഈ മതഭ്രാന്തന്മാരുടെ പ്രശ്നം കത്തിക്കാളുമ്പോൾ ഇത് രാഷ്ട്രീയ ചേരിതിരിഞ്ഞുള്ള ഒരു പോരാട്ടത്തിലേക്കല്ലേ പോകുന്നത്? അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ ഞാൻ ശരിക്കും ആളല്ല. പലരും പലതും പറയുന്നു, അത് കേൾക്കുന്നു, അതിൻ്റെ പ്രതിവാക്കുകളും കേൾക്കുന്നുണ്ട്. എങ്കിലും ഈ മതമൗലികവാദത്തിൽ ഊന്നിയുള്ള ആളുകളുടെ സംഭാഷണം, പ്രസ്താവനകൾ, അതൊക്കെ ഞാൻ അറപ്പോടും വെറുപ്പോടും കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലൊന്നും ഞാൻ ഒരു അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ബൈബിളിൽ തന്നെ ഒരു വാക്കുണ്ട്. ബൈബിളിലെ ഏറ്റവും ദീപ്തമായ തെളിച്ചമുള്ള വാക്യമാണ് അന്യനെ വിധിക്കരുത് എന്നുള്ളത്. 10 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 11 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കാര്യത്തിലും ആളുകൾ അനാവശ്യമായിട്ട് ഇടപെടുകയും പ്രസ്താവനകൾ നടത്തുകയും അതുപോലെയുള്ള കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചത്. ഏതായാലും ആളുകൾ
എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്തു ചാടി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലെ മത നേതാക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും വെച്ച് പുലർത്തുന്നു എന്ന് ഉള്ളത് തീർത്തും സങ്കടകരമായ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന വാദകോലാഹലങ്ങളിലേക്ക് പങ്കുകൊള്ളാൻ ഞാൻ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ എൻ്റെ ബാധ്യതയിൽ പെടുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അല്ല, അന്ന് പ്രൊഫസറെ അനുകൂലിക്കാത്തവർ അല്ലെങ്കിൽ നിഷ്പക്ഷത പാലിച്ച് മൗനം പാലിച്ച് നിന്നവരൊക്കെ തന്നെ ഇപ്പോൾ 10 കൊല്ലത്തിനു മുമ്പ് പ്രൊഫസർക്ക് കിട്ടിയ ഈ മതഭ്രാന്തന്മാരിൽ നിന്ന് കിട്ടിയതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ കേരളം കാണുന്നത് എന്നല്ലേ അവർ പറയുന്നത്? 11 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നോടൊപ്പം നിൽക്കേണ്ടവർ അന്ന് നിന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ എന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യരുടെയൊക്കെ സപ്പോർട്ട്, ചില ആളുകളുടെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പോലും ലോകത്തെമ്പാടുമുള്ള നല്ല മനുഷ്യർ എന്നെ സഹായിച്ചതുകൊണ്ടും എല്ലാ രീതിയിലുള്ള അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പ്രതിസന്ധികളെയൊക്കെ ഒരു രീതി വരെയും തരണം ചെയ്ത് ഈ നിലയിലെത്താൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ പേരിലൊന്നും ഇപ്പോൾ ആരോടും കണക്ക് പറയാനോ അതിൻ്റെ ഒരു വിഷമം മനസ്സിൽ വിചാരിക്കുവാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും അന്ന് എടുത്ത ചില തീരുമാനങ്ങൾ, പല മതങ്ങളും കൈക്കൊണ്ട ചില നയങ്ങൾ, അത് വേണ്ടപടി ആയിരുന്നില്ല എന്നുള്ളതിൽ സംശയമില്ല. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്ന നിലയിലാണ് ഇപ്പോഴുള്ള ഈ മതതീവ്രവാദത്തിൻ്റെ ഒക്കെ ഈ കോലാഹലങ്ങൾ നമ്മുടെ കർണപുടങ്ങളിൽ വന്നലയ്ക്കുന്നത്. ഏതായാലും എനിക്ക് സങ്കടമേ ഉള്ളൂ. കേരളത്തിലെ മാത്രമല്ല, ലോകത്തിൻ്റെ ഗതി ഓർത്തിട്ട് നമ്മൾ ഇന്ന് എത്രയും ശാസ്ത്രബോധമുള്ള ഒരു യുഗത്തിൽ നിൽക്കുന്നവരാണ്. ഒരു നൂറ്റാണ്ട് കൊണ്ട് മാനവചരിത്രം അപ്പാടെ മാറിമറിഞ്ഞ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ പ്രപഞ്ച രഹസ്യങ്ങൾ വരെയും വെളിപ്പെട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ബോധ്യത്തിൽ, അറിവിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും 1000 1500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ മാനസിക ജീവിതവും താലോലിച്ചുകൊണ്ട് ഈ ആധുനിക കാലത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട്, എന്നാൽ മാനസികമായിട്ട് 2000 കൊല്ലം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഴകിയ ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യരാശിയോട് എനിക്ക് സങ്കടമാണുള്ളത്. അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പം വേദനയാണുള്ളത്. ഒപ്പം ഞാനും അവരുടെ ഒരു സഹജീവിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ കൂടി തോന്നുന്നുണ്ട്. ഏതായാലും ഈ മതങ്ങൾ അനുശാസിക്കുന്ന ഈ പ്രവണതകളിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ളവരെല്ലാം ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് എനിക്ക് ഇപ്പോൾ പറയുവാനുള്ളത്. ഈ അന്നത്തെ ആ നരാധമന്മാർ ഇപ്പോഴും ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇവിടെ പാർത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ പാലാ ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് വേറൊരു തരത്തിൽ, വേറൊരു പുതിയ രൂപത്തിലാണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. അന്ന് സാധാരണ നമ്മളെ തീവ്രവാദം എന്ന് പറയുമ്പോൾ ബോംബിടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മാത്രമേ തീവ്രവാദം കണ്ടിട്ടുള്ളൂ. ഇപ്പൊ പുതിയ രൂപത്തിൽ വരികയാണല്ലോ തീവ്രവാദം. ഏതായാലും ഇപ്പോൾ പല ബിഷപ്പിനെ ഒക്കെ, അദ്ദേഹത്തിന്റെ വാക്കുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന ഈ വാദകോലാഹലങ്ങളിൽ ഞാൻ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഒരിക്കലും നല്ലതിലേക്കല്ല പോകുന്നത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉള്ള ആളുകളുടെ വാക്കുകളുടെ ഗതി കാണുമ്പോൾ തികച്ചും എനിക്ക് സങ്കടമുണ്ട്. ഇതൊക്കെ കൂടുതൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഏതായാലും പാലാ രൂപതയുടെ മെത്രാന്റെ വാക്കുകൾ അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. കാരണം അങ്ങനെ ആളുകൾ പരസ്പരം പോരടിക്കുന്നിടത്ത് അവിടെ വന്ന് എന്തെങ്കിലും അഭിപ്രായം പറയത്തക്ക ഒരു ബാധ്യത എനിക്കില്ല. അത്
എന്നെ സംബന്ധിച്ചുള്ള ഉചിതമായൊരു നടപടിയല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. പ്രൊഫസർ ഓർക്കുന്നുണ്ടോ, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഒരു 20 വർഷം കഴിയുമ്പോൾ കേരളത്തെ ഒരു ഇസ്ലാം സംസ്ഥാനമായി മാറ്റാനുള്ള ഒരു തീവ്ര യജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും പല മാധ്യമങ്ങളിലും അത് ആ പ്രസംഗം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് VS പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ചയല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ. എൻ്റെ നേരെ നടന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതാനന്ദൻ അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ ഓർമ്മിച്ചെടുക്കുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. മറിച്ച് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അവരുടേതായിട്ടുള്ള മതത്തെ ഒരു രഹസ്യ തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. അതായത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, രാഷ്ട്രത്തിന് മതമില്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടേത്. അതായത് മതേതരം എന്ന വാക്കിന്റെ അർത്ഥം മതമില്ലാത്ത രാജ്യമെന്നാണ്. ഇവിടുത്തെ മത മേലധ്യക്ഷന്മാര്, മത നേതാക്കളൊക്കെ എല്ലാവരും കൂടി നമ്മുടെ രാജ്യത്തെ പങ്കിട്ടെടുത്ത് ഇത് എല്ലാ മതങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു നാടായിട്ട്, രാജ്യമായിട്ട് നമ്മുടെ രാഷ്ട്രത്തെ മാറ്റിയിരിക്കുകയാണ്.